നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. ആൺകുട്ടികൾക്ക് അശ്ലീല വീഡിയോ സന്ദേശം അയച്ച അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടനിലക്കാരൻ സെബാസ്റ്റ്യൻ അറസ്റ്റിലായി. ഇയാൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. കൊല്ലത്ത് വീണ്ടും നഗ്നതാ പ്രദർശനം. പുനലൂരിൽ സ്കൂൾ വളപ്പിലേക്ക് കടന്നു കയറിയ ഓട്ടോ ഡ്രൈവറാണ് കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. നെയ്യാറ്റിൻകരയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. +1 വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. ആൺകുട്ടികൾക്ക് അശ്ലീല വീഡിയോ സന്ദേശം അയച്ച അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിലാണ് സംഭവം അരങ്ങേറിയത്. വിദ്യാർത്ഥികളുമായി അശ്ലീല വീഡിയോ കോൾ ചെയ്തതിന് അധ്യാപിക പിടിയിലായി. നവി മുംബൈയിലെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികയെയാണ് പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളിൽ ഒരാളുടെ കുടുംബം നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തി ടീച്ചറിനെ അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളുമായി വീഡിയോ കോൾ ചെയ്തിരുന്ന അധ്യാപിക വീഡിയോ കോളിൽ ഇവരുമായി അശ്ലീല പ്രവർത്തികളിൽ ഏർപ്പെട്ടതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്ക് തന്റെ നഗ്ന വീഡിയോകളും അധ്യാപിക അയച്ചു നൽകിയിരുന്നതായും പോലീസ് പറഞ്ഞു. വിദ്യാർത്ഥികളിൽ ഒരാളുടെ കുടുംബമാണ് അധ്യാപികയ്ക്കെതിരെ പോലീസിൽ ആദ്യം പരാതി നൽകിയത്. തുടർന്ന് അധ്യാപികയുടെയും വിദ്യാർത്ഥിയുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ച പോലീസ് ആകെ ഞെട്ടി. നിരവധി തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. ഒട്ടേറെ അശ്ലീല വീഡിയോകളും നഗ്നതാ പ്രദർശനവും ഫോണിൽ നിന്ന് കണ്ടെടുത്തു. ഇതിന് പിന്നാലെയാണ് ടീച്ചറിനെതിരെ പോക്സോ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തത്. അതേസമയം കൂടുതൽ വിദ്യാർത്ഥികൾ അധ്യാപികയുടെ ലൈംഗിക കേളിക്ക് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്നാൽ വിദ്യാർത്ഥികൾ ആരും തന്നെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. ഇത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഇടനിലക്കാരൻ സെബാസ്റ്റ്യൻ അറസ്റ്റിലായി. ഇയാൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. കാണാതായ ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ചേർത്തലയിൽ നിന്ന് ഉയരുന്നത് ഇരട്ട കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. വീട്ടുവളപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ചേർത്തല പള്ളിപ്പുറം ചെങ്ങന്തറ വീട്ടിൽ സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തു. കൊല്ലപ്പെട്ടത് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്ന സൂചനയിൽ ഭാരതീയ ന്യായ സംഹിത 103 വകുപ്പ് പ്രകാരമാണ് കേസ്. ഇയാളെ ചൊവ്വാഴ്ച രാത്രി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കാണാതായ ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന സൂചന കിട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച രാത്രി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനും DNA പരിശോധന വേഗത്തിലാക്കാനും അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. ജൈനമ്മയുടെ സഹോദരങ്ങളായ സാവിയോ മണിയുടെയും ആൻസിയുടെയും രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ശരീരാവശിഷ്ടത്തിന്റെ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു. സംഭവവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനൊപ്പം കസ്റ്റഡിയിലെടുത്ത ചേർത്തല സ്വദേശികളായ 2 പേരിൽ ഒരാളെ ജാമ്യത്തിൽ വിട്ടു. വസ്തു ഇടനിലക്കാരൻ കൂടിയായ സെബാസ്റ്റ്യന്റെ കണിച്ചുകുളങ്ങര കവലയ്ക്ക് സമീപമുള്ള വീട്ടിൽ ചൊവ്വാഴ്ച ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. സെബാസ്റ്റ്യന്റെ സഹായിയായിരുന്ന ചേർത്തല സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മനോജ് ഇപ്പോഴും കസ്റ്റഡിയിലാണ്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ ചെങ്ങന്തറ വീട്ടിൽ നിന്നാണ് തിങ്കളാഴ്ച ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതിന് 3 ദിവസം മുൻപാണ് ജൈനമ്മയെ കാണാനില്ലെന്ന കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത്. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ പത്മാനിവാസിൽ ബിന്ദു പത്മനാഭനെ കാണാതായ കേസിലും സെബാസ്റ്റ്യൻ 1-ാം പ്രതിയായിരുന്നു. ഈ കേസും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥി, DYSP സ്റ്റാലിൻ സേവിയർ, ഇൻസ്പെക്ടർ MS രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വീട്ടുവളപ്പിൽ നിന്ന് ശരീരാവശിഷ്ടം കണ്ടെത്തിയിട്ടും സെബാസ്റ്റ്യന് കൂസലൊന്നും ഉണ്ടായിരുന്നില്ല. കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പഴുതടച്ച നീക്കത്തിലാണ് ഇയാൾ കുടുങ്ങിയത്. എന്നാൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ ഇയാൾ അന്വേഷണ സംഘത്തെ വട്ടം കറക്കിയെന്നാണ് വിവരം. തനിക്ക് ഗുരുതര രോഗമാണെന്ന് ധരിപ്പിച്ച് തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ നിന്നും ഇയാൾ ഒഴിഞ്ഞുമാറി. ബിന്ദു പത്മനാഭനെ 2002 മുതൽ കാണാനില്ലെന്ന് കാട്ടി 2017 സഹോദരൻ പ്രവീൺ പോലീസിൽ പരാതി നൽകിയത്. വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യനാണ് ഉത്തരവാദിയെന്ന് കാട്ടിയായിരുന്നു പരാതി. കോടികളുടെ സ്വത്തിനുടമയായിരുന്ന ബിന്ദു പത്മനാഭൻ സഹോദരനുമായി സഹകരണമില്ലാതെയാണ് ജീവിച്ചത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന പത്മനാഭപിള്ളയുടെയും അംബികാദേവിയുടെയും മക്കളായിരുന്നു ഇരുവരും. 2002 സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായാണ് രക്ഷിതാക്കൾ മരിച്ചത്. മരണാനന്തര ചടങ്ങിലും പങ്കെടുക്കാതിരുന്ന ബിന്ദു അതിനുശേഷം പൂർണ്ണമായി സഹോദരനിൽ നിന്ന് അകന്നു. പ്രവീൺ ചേർത്തലയിൽ നിന്നും ഇടുക്കിയിലേക്കും പിന്നീട് വിദേശത്തേക്കും ജോലിക്കായി പോയി. മടങ്ങിയെത്തിയപ്പോഴാണ് പരാതി നൽകിയത്. പോലീസ് അന്വേഷണത്തിൽ 2013 വരെ ബിന്ദു ജീവിച്ചിരുന്നതായി തെളിവ് കിട്ടി. സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തുകാർക്ക് ഒരു കാലത്ത് അമ്മാവനായിരുന്നു. വസ്തുവിടപാടുകളിലൂടെ സമ്പന്നനായ സെബാസ്റ്റ്യൻ നാട്ടുകാരുമായി വലിയ സഹകരണത്തിലും സഹായിയുമായിരുന്നു. 2017 ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പിടിയിലാകുകയും കുടുങ്ങുകയും ചെയ്തതോടെയാണ് ഇയാൾ നാടിന്റെ സംശയ നിഴലിലായി അകന്നത്. ഇതോടെ വസ്തുവിടപാടുകളിൽ ഇയാൾ കബളിപ്പിച്ചതായി പലരും രേഖാമൂലമല്ലാത്ത പരാതികളും ആരോപണങ്ങളും ഉയർത്തിയിരുന്നു. ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള 2.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വീടും അതോടെ ദുരൂഹതയുടെ നിഴലിലായി. കേസിൽ ഉൾപ്പെട്ട നിരന്തരം പോലീസ് വീട്ടിലെത്തിയതോടെ
കഴിഞ്ഞതോടെ ഇയാളും കുടുംബവും താമസം ഭാര്യ വീടായ ഏറ്റുമാനൂരിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോഴും പകൽ സമയങ്ങളിൽ സ്ത്രീകളടക്കം പലരുമായും ഇയാൾ പൊങ്ങുന്തറ വീട്ടിലെത്താറുണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത്. രാത്രികാലങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കാണാതായ ബിന്ദു പത്മനാഭന്റെ അവശിഷ്ടങ്ങളാണെന്നായിരുന്നു നാട്ടുകാർ ആദ്യം ധരിച്ചത്. പിന്നീടാണ് ജൈനമ്മ എന്ന സ്ത്രീയെ കാണാതായ സംഭവത്തിലായിരുന്നു പരിശോധനയെന്നറിഞ്ഞത്. കാണാതാകുകയും കൊല്ലപ്പെട്ടതായി കണക്കാക്കുകയും ചെയ്യുന്ന ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയ്ക്ക് സെബാസ്റ്റ്യനുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നതായും സൂചനയുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളിലും അന്വേഷണ സംഘം തെളിവുകൾ തേടുന്നുണ്ട്. 2017 ബിന്ദു പത്മനാഭൻ തിരോധന കേസിൽ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ജാമ്യത്തിനായി രംഗത്തിറങ്ങിയ സ്ത്രീ ജൈനമ്മയാണെന്നാണ് സംശയം ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. കൊല്ലത്ത് വീണ്ടും നഗ്നതാ പ്രദർശനം. പുനലൂരിൽ സ്കൂൾ വളപ്പിലേക്ക് കടന്നു കയറിയ ഓട്ടോ ഡ്രൈവറാണ് കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ യുവതിക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂൾ വളപ്പിൽ അതിക്രമിച്ചു കയറി വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ഓട്ടോ ഡ്രൈവർ പിടിയിൽ. കൊല്ലം പുനലൂർ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായ ഇളമ്പൽ സ്വദേശി ശിവപ്രസാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ഇടവേളയിൽ കുട്ടികൾ കളിക്കുന്നതിനിടെയാണ് പ്രതി സ്കൂളിന്റെ ഇരുമ്പുകേറ്റ് ചാടിക്കടന്ന് നഗ്നതാ പ്രദർശനം നടത്തിയതെന്ന് SHO T രാജേഷ് കുമാർ പറഞ്ഞു. അധ്യാപകർ ഉടൻ തന്നെ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറി. തുടർന്ന് വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. അതേസമയം KSRTC ബസ്സിനുള്ളിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. നെയ്യാറ്റിൻകരയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. +1 വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ +1 വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഊരുട്ടുകാല സ്വദേശി പ്രതിഭയാണ് മരിച്ചത്. നെയ്യാറ്റിൻകര GSSലെ വിദ്യാർത്ഥിനിയാണ്. സ്കൂളിൽ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തതിനാൽ പോകാൻ താല്പര്യമില്ലെന്ന് മകൾ പറഞ്ഞിരുന്നതായി പ്രതിഭയുടെ അമ്മ പ്രീത പറഞ്ഞു. ഇടയ്ക്ക് 3 ദിവസം കുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല. അധ്യാപകർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി. 10ാം ക്ലാസ് വരെ നെല്ലിമൂട് സ്കൂളിലായിരുന്നു പ്രതിഭ പഠിച്ചിരുന്നത്. കുട്ടിയുടെ താല്പര്യപ്രകാരമാണ് നെയ്യാറ്റിൻകര സ്കൂളിൽ ചേർത്തതെന്നാണ് കുടുംബം പറയുന്നത്. പ്രതിഭയെ സ്കൂളിൽ ആരും ഒറ്റപ്പെടുത്തിയിരുന്നില്ല എന്നാണ് അധ്യാപകർ നൽകുന്ന വിവരം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.